പതിറ്റാണ്ടുകളായി ദക്ഷിണേന്ത്യൻ സിനിമയിലെ സൗമ്യ സാന്നിധ്യം, 2 പതിറ്റാണ്ടായി രാഷ്ട്രീയ രംഗത്തും സാന്നിധ്യം അറിയിക്കുന്ന നടൻ ദേവനാണ് ന്യൂസ് 18 പ്രേക്ഷകർക്കൊപ്പം കുറച്ച് സമയങ്ങൾ പങ്കുവെക്കാനായി നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. സ്വാഗതം ശ്രീദേവൻ. സന്തോഷം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്ട്രേറ്റ് ആയിട്ടിനകത്ത് ചോദ്യത്തിലേക്ക് പോകാം. ദേവൻ എങ്ങനെ BJP കാരനായി? ഞാൻ എങ്ങനെ BJP കാരനാണെന്ന് വെച്ചാൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ തുടങ്ങിയത് എൻ്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് തന്നെ പറയാം. സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിലാണ് ഞാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, ഞങ്ങളുടെ സ്കൂളിൽ സമരങ്ങളില്ല. ഞാൻ മോഡൽ സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ബാലചന്ദ്ര രാജ എന്ന് പറയുന്ന പ്രധാന അധ്യാപകൻ പറഞ്ഞിട്ടുള്ളത്, കക്ഷി രാഷ്ട്രീയം സ്കൂളിൻ്റെ ക്യാമ്പസിലകത്ത് കയറ്റില്ല, പക്ഷേ ഇവിടെ ഇലക്ഷൻ ഉണ്ടാവാം, യു ക്യാൻ ഹാവ് പോളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും, ഈ കക്ഷി രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP അങ്ങനെ ഒന്നും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞങ്ങൾ 4 ഗ്രൂപ്പ് ഉണ്ടാക്കി. കളേഴ്സാണ്. അങ്ങനെ ഈ കളറുകൾ തമ്മിലുള്ള മത്സരം, അതിൽ ആര് വിജയിക്കുന്നു അവർ ഭരണപക്ഷം, ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഒപ്പോസിഷൻ. അപ്പോൾ ഈ സ്കൂളിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങളും ഒരു ഡിബേറ്റ് പോലെ, ഒരു അസംബ്ലി, ഒരു മോഡൽ അസംബ്ലി തന്നെ അന്നുണ്ടായിരുന്നു. ഐ മസ്റ്റ് താങ്ക് മൈ ഹെഡ് മാസ്റ്റർ ബാലചന്ദ്ര രാജ. അന്ന് മുതലേ ഈ ഒരു കോൺഷ്യസ്നെസ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ബോധം. അത് കഴിഞ്ഞിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ VM സുധീരനൊക്കെ സ്റ്റേറ്റ് ലീഡേഴ്സായി കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു കാലഘട്ടത്തിൻ്റെ. അപ്പം ഞങ്ങളുടെ ഇവിടെ സമരങ്ങളില്ല. അപ്പോൾ ഒരു ദിവസം സെൻറ്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ ഒരു സമരമുണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ സമരം കാണാൻ പോവുകയാണ്. അതിന് കോളേജിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് ഒരു കമോഷനാണ്. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ബഹളം, അടിപിടി ബഹളം. അപ്പോൾ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അതില്ലല്ലോ, പോസ്റ്റ് ബോക്സിൻ്റെ ഒരു റെഡ് പോസ്റ്റ് ബോക്സ് ഉണ്ടാവാറുണ്ടല്ലോ, ഈ കത്തിടുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു വെളുത്ത ചെറുപ്പക്കാരൻ, വെളുത്ത ഷർട്ടും വെളുത്ത ഇടുന്നിട്ട് ഈ അഴികൊള്ളുന്ന സ്റ്റുഡൻസിനെ സേവ് ചെയ്യുകയും ഓടി രക്ഷപ്പെടാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ പോവാതെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ നോക്കുകയാണിത്. ആരാന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അദ്ദേഹമാണ് VM സുധീരൻ എന്ന് പറഞ്ഞ വ്യക്തി. കോളേജ് കാലഘട്ടത്തിൽ KSU വളരെ വളരെ സജീവമായിട്ടുണ്ട്. പിന്നല്ല, അത് VM സുധീരൻ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് പറയാറുണ്ട്. അതായത് ഈ KSU അനുഭാവം, കോൺഗ്രസ് അനുഭാവം ഒക്കെ ഉപേക്ഷിക്കാൻ കാരണം പിന്നീട് ഇങ്ങോട്ട് അവർ പാർട്ടി സ്വീകരിച്ച പല നിലപാടുകളും. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്തവരാണ്. AK ആൻ്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ പോലെയുള്ള നേതാക്കന്മാർ. അപ്പോൾ അവരൊക്കെ അധികാരത്തിലെത്തിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഒഴുക്കിന് എതിരെ നീന്താതെ ഒഴുക്കിനോടൊത്ത് പോകുന്നു. നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഈ ലീഡേഴ്സിനെ ഞാൻ കാണാം. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഒപ്പം താങ്കൾ, നമുക്കറിയാം, പ്രധാനപ്പെട്ട നടനാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും താങ്കളെ സ്വീകരിക്കും, അത്രത്തോളം പ്രാധാന്യമുള്ള നടനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് 2004-ൽ സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി വേണമെന്നുള്ള ആഗ്രഹം വന്നത്? കോൺഗ്രസിലായാലും BJPയിലായാലും CPMലായാലും താങ്കൾക്ക് സുസ്വാഗതമാണ് എപ്പോഴും. യെസ്. അങ്ങനെ എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ മൂന്നിലും അന്ന് 2004-ൽ എനിക്ക് തോന്നി ഇത് ഒരു വ്യത്യസ്തമായൊരു പൊളിറ്റിക്കൽ ചിന്തയുള്ളവരോ പൊളിറ്റിക്സിനെ പറ്റി അറിയുന്നവരോ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. അത് ഈ രാഷ്ട്രീയം നഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണെന്ന് എനിക്ക് തോന്നി. ഈ ഒരു സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് ഇപ്പോൾ അണികൾ വേണം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, വലിയ പണം വേണം ഇത് കൊണ്ടു നടത്താൻ. അപ്പോൾ അതൊക്കെ എൻ്റെ ഒന്നുമില്ല, അണികളുമില്ല, പണവുമില്ല. അപ്പോൾ ആൾക്കാരുടെ ധൈര്യം വന്നുള്ളതാണ്. അത് എനിക്കറിയില്ല. കാരണം ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയയില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ചോദിച്ചല്ലോ, ഇപ്പം രഞ്ജിത്ത് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്, എങ്ങനെയാണ് BJP വന്നെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ BJP വരുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഐ ഫോംഡ് മൈ ഓൺ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻറ്റ് പാർട്ടി. അപ്പോൾ അന്ന് മാധ്യമപ്രവർത്തകന്മാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈവൻ സൗത്തിലെ കാരണം ഞാൻ അതർ ലാംഗ്വേജിൽ അഭിനയിക്കുന്നതുകൊണ്ട് അവിടെ നിന്നും ഈ മാധ്യമപ്രവർത്തകന്മാരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ എൻ്റെ ഒരു കൊടിയും പിടിച്ച് നടന്നു പോയി പ്രസ് കോൺഫറൻസ് പങ്കെടുത്തപ്പോൾ എല്ലാവരും കളിയാക്കിയായിരുന്നു. ഈ സിനിമാ മേഖലയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? രാഷ്ട്രീയ പാർട്ടിയുമായിട്ട്
മുന്നോട്ട് വരുമ്പോൾ പുച്ഛമായിരുന്നു, എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഒരാളും ഇതിനെ ഇവന് ഭ്രാന്താണെന്നും അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സംവിധായകരുണ്ട്, നടന്മാരുണ്ട്, ഒരുപാട് അവർ ഉച്ചമാണെന്ന് വെച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കാറില്ല. അപ്പം ഇങ്ങനൊരു ഭ്രാന്തന് നമ്മുടെ ഒരു കൊളീഗ് ഇങ്ങനെ ഒരു ഭ്രാന്ത് ചെയ്തു, എന്താടാ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കണ്ടേ? അതും ചോദിക്കില്ല, നല്ലതുമില്ല ചീത്തയുമില്ല. അതാണ് സിനിമ, മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെ യാതൊന്നും ഉണ്ടായില്ല. അങ്ങനെ വളർന്നു. അപ്പോൾ 2008 കപിൽ സിബലിൻ്റെ ഒരു ഓഫർ എനിക്ക് വന്നു, കോൺഗ്രസിൽ നിന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ അർത്ഥമുണ്ടോ? വൈ കാണ്ട് യു മീറ്റ് അവർ മാഡം? ഞാൻ പറയാം ഓക്കെ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓടി തളർന്നിരിക്കുന്ന സമയമാണ് 2008. അപ്പോൾ 2 ഇലക്ഷനിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു, സാമ്പത്തികമായി പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ മൂപ്പർ പറഞ്ഞത്, നിങ്ങൾക്ക് മാഡത്തിനെ കാണൂ, യു ഹാവ് എൻ ഇൻറ്ററാക്ഷൻ വിത്ത് ഹെർ ആൻഡ് ഫൈൻഡ് എ പോസിബിലിറ്റി ടു ജോയിൻ കോൺഗ്രസ്. ഞാൻ പറഞ്ഞു then I can rejoin കോൺഗ്രസ് ഓൺലി. ഐ വാസ് എ കോൺഗ്രസ് പേഴ്സൺ. അങ്ങനെ അദ്ദേഹം ഒരു അപ്പോയിൻമെൻറ്റ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ മാഡത്തിനെ 2008 ഫെബ്രുവരി 14 മാഡം എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റിൽ എനിക്ക് തന്ന സമയം 5 minutes ആണ്. അപ്പോൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിന് പറഞ്ഞു 5 minute ഉണ്ട്, അപ്പോൾ നിങ്ങളവിടെ പോയി സംസാരിക്കുക, അപ്പോൾ തന്നെ പുറത്തു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പോകാൻ വേണ്ടി വന്നതല്ല, എനിക്ക് ചില ആശയങ്ങളുണ്ട്, എനിക്കൊരു മിനിമം 15 മിനിറ്റെങ്കിലും തരണം, എന്നാലേ എനിക്ക് എന്നെ മനസ്സിലാക്കിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാഡത്തിനെ കൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഒരു ബൊക്കെ കൊടുത്ത് തിരിച്ചു പോകാനാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. 5 മിനിറ്റ് അതിനെ തികയുള്ളൂ. നമ്മൾ വന്ന് നമസ്തേ ഒരു ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുത്ത് പോകുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, സോറി, 10 മിനിറ്റിൽ കൂടുതലും ഒരു ചീഫ് മിനിസ്റ്റേഴ്സിന് അവർ അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല, നിങ്ങൾക്ക് എന്തോ എന്നറിയില്ല, കപിൽ സിബലിൻ്റെ ഇതിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, വളരെ ഷോർട്ടായിട്ട്, ആൾക്കാരുടെ സമയമില്ലല്ലോ, ഷോർട്ടായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവനും പാവപ്പെട്ടവരാണ്, വളരെ ലോ ലെവലിൽ നിൽക്കുന്ന കഷ്ടപ്പെടുന്നവരാണ്. റേഷൻ ഷോപ്പിന് മുമ്പിൽ ക്യൂ നിന്നുകൊണ്ട് എംറ്റി ബാഗുമായിട്ട് നിന്നിട്ട് കഷ്ടപ്പെട്ട് വയർത്തുവെച്ചിട്ട് ആ ദിവസത്തെ കൂലിയും പോയി ഇരിക്കുന്നവരാണ് ഈ നമ്മുടെ ഇന്ത്യയിലത്തെ ബഹുഭൂരിപക്ഷം വോട്ടേഴ്സ്. യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഫോർ ദം. കുറേ IT പാർക്കുകൾ ഉണ്ടാക്കി, IT ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടാക്കി, മൾട്ടി സ്റ്റോറീസ് ഉണ്ടാക്കി, അതെല്ലാം നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ കുറച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ, ടെൽ മീ. അപ്പോൾ ഞാൻ പറഞ്ഞു, യു ഹാവ് ടു റീവിസിറ്റ് യുവർ ഇലക്ഷൻ സ്ട്രാറ്റജി. അവരെന്നെ നോക്കിയിട്ട് എന്തൊരു അതിനുള്ളിൽ തോന്നുന്നുണ്ടാവും, ഇവനൊരു ഭ്രാന്തനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ യു ഹാവ് ടു ചേഞ്ച് യുവർ ഇലക്ഷൻ സ്ട്രാറ്റജി. ടെൽ മീ ഹൗ വി ക്യാൻ ചേഞ്ച് ഇറ്റ്. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദിസ് സർ. യു have to show the blood-stained sari of Indira Gandhi to the people of India. And you have to show the blood-stained costume of Rajiv Gandhi to the people of India. And you have to show your face, you pardon the killers of your husband to the people of India. അത് ഞാൻ എങ്ങനെയോ പറഞ്ഞതാണ്, എനിക്ക് എങ്ങനെ ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ കണ്ണാട് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഇതൊരു ഇമോഷണൽ അടിയായിട്ട് തോന്നിയവർക്ക്. അപ്പം എനിക്ക് പേടിയായി, ഇനിയിപ്പോൾ ഇവരെന്താണ് ഇപ്പോൾ അടുത്ത റിയാക്ഷൻ അറിയില്ലല്ലോ. ഒരു കണ്ണാട് ഊരി, ഷീ ബിക്കം സൈലൻറ്റ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി ഫ്ലോർ. യു സെഡ് ഇറ്റ്, യു ഓൺലി സെഡ് ദിസ്. അപ്പോൾ അവർ പറഞ്ഞു, ഐ എം കമ്മിങ് ടു കേരള ഓൺ 16th February. ക്യാൻ യു മീറ്റ് മീ ദെയർ? സെർട്ടൻലി. അങ്ങനെയാണ് ആ മീറ്റിംഗ് അവസാനിച്ചത്. ഞാൻ എത്ര മിനിറ്റ് സമയം കിട്ടി? 35 മിനിറ്റ്. പിന്നെ 2021 ഞാൻ കേരള പീപ്പിൾസ് പാർട്ടി BJPയിൽ ലയിച്ചല്ലോ. അതിനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന് ഫൈനലായിട്ടുള്ള കാരണം, ഞാൻ 2021 ഞാൻ എൻ്റെ പാർട്ടി ഒരു 3-4 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു, വിത്തൗട്ട് എനി
ഫണ്ടിങ് ഓർ വിത്തൗട്ട് എനി സ്വാധീനം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 4 പേര് എന്നെ കാണാമെന്ന്. അത് ഞാൻ അത് ആരാണ് എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ 4 സീറ്റിലും ദേവൻ്റെ പാർട്ടി മത്സരിച്ചോളൂ, കാൻഡിഡേറ്റ്സിന് ഞങ്ങൾ തരാം, ജയിപ്പിച്ച് തരാം, കംപ്ലീറ്റ് ഫണ്ടിങ് ഞങ്ങൾ നടത്തും. കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ അല്ല വന്നത്? അല്ല 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 ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവും. സ്വാഭാവികം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദേവനൊക്കെ സിനിമാ നടന്മാർ ഈ ചില്ലുകൂട്ടിൽ ജീവിക്കുന്നവരാണ്, ഈ പൊതുനിരത്തിൽ പോയിട്ട് ഒന്ന് ചോദിച്ചാൽ ഞങ്ങളെപ്പറ്റി അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പെറ്റ് വീണ അന്ന് മുതലേ എനിക്ക് നിങ്ങളറിയാം. അത് ആളുകളുടെ പേര് പറയണ്ട, പക്ഷേ അത് ആര് ഏത് പാർട്ടിയുടെ ഭാഗത്തു നിന്നാന്ന് പറയാമല്ലോ. SDP. ഓ യെസ്. ഞാൻ പറഞ്ഞപ്പോൾ CPM-ൻ്റെ ആണെങ്കിലും CPI-യുടെ ആണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും എനിക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. ഇത് വലിയ അപകടത്തിലേക്കാണ് കേരളം പോകുന്നത്, ഡിസാസ്റ്ററിലേക്ക് പോവുകയാണ്. കാരണം അങ്ങനത്തെ ഒരു പാർട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അത് വലിയൊരു അപകടമാണ്. ദാറ്റ് ഹാസ് ടു ബി സ്റ്റോപ്ഡ്. അതിന് ഓൺലി BJP ക്യാൻ ഹെൽപ്പ് യു. ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ പറ്റില്ല. അപ്പോൾ എനിക്ക് BJPയോട് താല്പര്യം തുടങ്ങി 2016 മുതലാണ്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് 2014 മോഡിജി ആദ്യം കേരളത്തിൻ്റെ ഒരു സന്ദർശനം ആവശ്യപ്പെട്ടിട്ട് അന്നത്തെ ഭരണകൂടം സമ്മതിച്ചില്ലല്ലോ വരാനായിട്ട്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണത്? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവനും ഒരു ആൻറ്റി മോഡി ആയിട്ടുള്ള സംഗതികളാണ്. ഭയങ്കര ഭീകരനാണ്, ഗോത്ര കലാപം, അവിടെ ഗുജറാത്ത് കലാപം, ആൾക്കാരെ കൊല്ലുക, പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആളാണെന്നാണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെയാണ് മീഡിയ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ. ഞാൻ അഹമ്മദാബാദിലേക്ക് പോയി, എന്താണ് സത്യം എന്നൊരു ഫസ്റ്റ് ഹാൻഡ് നോളജിന് വേണ്ടിയിട്ട്. വെൻ ദർ ആൻഡ് സ്റ്റേ ബാക്ക് ഫോർ 6 days. ഞാൻ അവിടെ പല സ്ഥലങ്ങളും പോയി, ഓട്ടോറിക്ഷ മുതൽ ടാക്സി ഡ്രൈവേഴ്സ് പലരും കണ്ടു, അവിടുത്തെ മലയാളി സമൂഹത്തിനെ കണ്ടു. ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മോഡിജി വന്നതിന് ശേഷമാണ് ഇത്രയും ഡെവലപ്മെൻറ്റ് ഈ സംസ്ഥാനത്തിന് ഉണ്ടായത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ നാൾ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്നാണ് ദേവൻ്റെ അഭിപ്രായം. യെസ്. പക്ഷെ അത് മാറി, ഇപ്പോൾ അത് മാറി, അത് മാറ്റിയെടുത്തു അദ്ദേഹത്തിൻ്റെ ചരിഷ്മ. പക്ഷേ നമ്മുടെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മോദി പ്രഭാവം കാര്യമായി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടതാണ്. മോദിയാണ് അവിടെ ലീഡിങ് ക്യാമ്പയിനർ. മോദിയായിരുന്നു. അതിൻ്റെ ഫലമുണ്ടായി. ഇവിടെ തെലങ്കാനയിൽ അത്യാവശ്യം BJP മുന്നോട്ട് വന്നു. കർണാടകയിൽ നല്ല ഫോഴ്സാണ്. പക്ഷേ കേരളത്തിൽ എന്താണ് BJPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മോദി പ്രഭാവം ഇവിടെ ഏശുന്നില്ല, ഒപ്പം BJP പ്രതീക്ഷിച്ച ഒരു ഫോഴ്സായി കേരളത്തിൽ ഇവോൾവ് ചെയ്യുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ ബേസിക് പ്രോബ്ലം എന്താണെന്നറിയാം. കേരളത്തിൻ്റെ ബേസിക് പ്രോബ്ലം മറ്റു പ്രോബ്ലം ഒന്നുമില്ല, മതം ആൻഡ് ജാതി. ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ, മതങ്ങൾ തമ്മിലുള്ള അകലം. ഇതെന്താ അറിയോ, ഇത് എല്ലാ മതങ്ങളും ഓരോ ഐലൻഡ്സാണ്, അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തെറ്റിദ്ധാരണയാണിത്, ഈ മതങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ. ഈ ദ്വീപുകളെ ഒരു പാലമാവേണ്ടത് BJPയുടെയും എൻ്റെയും ഒരു ദൗത്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം, ഫസ്റ്റ് തിങ് ഈസ് ഈ മതങ്ങൾ തമ്മിൽ അടുപ്പിക്കുക, ഒരു പാലമാകുക. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്താണ്, അവരുടെ കണ്ണുകളിലേക്ക്, ഓരോ വീടുകളിലും ചെന്നുകൊണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഈ കണ്ണിൽ നോക്കിയിട്ട് ബ്രെയിനിൽ പോരുത്. ബ്രെയിനിൽ പോയാൽ ഞാൻ ജാതിയാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണെന്ന് തോന്നും. നിങ്ങൾ നേരെ കം ടു യുവർ ഹാർട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് ലവ് ഓൺലി. താങ്കൾ പറഞ്ഞ ഈ പാലം ഇടുന്നതിൽ നമ്മുടെ ഇതുവരെയുള്ള BJPയുടെ നേതാക്കൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവരൊന്നും ശ്രമിച്ചിട്ടില്ല, പരാജയപ്പെട്ടതല്ല. പരാജയപ്പെട്ട എപ്പോഴാണ്? ശ്രമം നിർത്തുമ്പോൾ. പക്ഷേ ശ്രമം ആരംഭിച്ചിട്ടില്ല, അവിടെ ആരംഭിക്കണം. ഇപ്പോൾ ക്രിസ്തുമസിനൊക്കെ അവർ സ്നേഹ സന്ദേശ യാത്രയൊക്കെ സംഘടിപ്പിക്കുന്നു, ക്രിസ്തീയ ഭവനങ്ങളിൽ കേക്ക് മുറിക്കാൻ പോകുന്നു, അങ്ങനെ പലവിധ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതല്ല ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ അവരുടെ മനസ്സിൽ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ എല്ലാം, കാരണം കുറേയേറെ മാധ്യമങ്ങളും കുറേയേറെ പൊളിറ്റിക്കൽ പാർട്ടികളും കൂടി അടിച്ചേൽപ്പിച്ച ഒരു അടിമത്തമുണ്ട്, ഒരു മാനസികമായ അടിമത്തം. ആ അടിമത്തോടൊപ്പം തന്നെ ഒരു ഫിയർ വെച്ചിട്ടുണ്ട്. BJPയും RSSും ഒരു ഭീകര സംഘടനകളാണ്, അവർ പ്രശ്നക്കാരാണെന്നുള്ളത്.
ആ മാറ്റിയെടുക്കാനായിട്ട് കേക്ക് മുറിച്ചുകൊണ്ടോ വയൻ കൊണ്ട് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഈ ആഘോഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് കാര്യമില്ല. അവരുടെ വീടുകളിലേക്ക് നിങ്ങൾ ചെല്ലൂ. ഈ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ പദവിയല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷ തരുന്നൊരു പാർട്ടിയാണ്. അപ്പം ദേവന് എന്തു മാറ്റം ബി ജെ പിക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ദേവൻ്റെ ഒരു സ്ഥാനം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്? സ്ഥാനം കൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതേവരെ എനിക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം വരുന്നത്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും മീഡിയയിൽ വന്നിട്ടില്ല. ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ, സ്മാർട്ട് സിറ്റി ഇഷ്യൂസ്, അങ്ങനെ ഒരു 5-8 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാതലായ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അത് ആരും അറിഞ്ഞിട്ടില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു കേരള പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞപ്പോൾ ആർക്കും താല്പര്യമില്ല. അപ്പോൾ അതായത് മിനിഞ്ഞാന്ന് വരെ ആരും വന്നില്ല. ഇപ്പോൾ രഞ്ജിത്ത് വന്നത് ഇതിന് ശേഷമാണ്, അല്ലേ? അതെ. അപ്പോൾ ദേവൻ പ്ലസ് ബി ജെ പി ആണ് ബലം, അല്ലേ? certainly. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമായി കേരള രാഷ്ട്രീയ ഫ്ലാഷമായി, എനിക്കൊരു വേദിയായി. ഈ ന്യൂനപക്ഷങ്ങളുടെ ഭയം, അത് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിപ്പോഴും ബി ജെ പിയിലേക്ക് വരാൻ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് ശ്രമം നടത്തുമ്പോഴും ഭയക്കുന്നുണ്ട്. അത് മാറ്റണമെങ്കിൽ കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വേണം. പ്രധാനപ്പെട്ട ഒരുപാട് പ്രമുഖ നേതാക്കളുണ്ട്, പക്ഷേ അത് സംഭവിക്കുന്നില്ല. താങ്കളുടെ വരവ് ഒരുപക്ഷെ അതിനൊരു കാരണമായേക്കാം. താങ്കൾ അവരെ കൂടി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. യെസ്, ഞാൻ അങ്ങനെ പറയുന്നത് തന്നെ. ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മളിങ്ങനെ ഈ പിന്നെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ക്രിസ്മസിന് പോയി കേക്ക് മുറിക്കുക, വൈൻ കൊടുക്കുക, അല്ലെങ്കിൽ പെരുന്നാൾ പോയിട്ട് അവർ കൂടും ഊണഴിക്കുക, അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അല്ലെങ്കിൽ മറ്റേ റോഡ് ഷോ നടത്തുക. ഞാൻ പറയുന്നല്ല, മനസ്സിൻ്റെ ഹൃദയത്തിലാണ് നമ്മൾ പോസ്റ്റ് ഒട്ടിക്കേണ്ടത്. പക്ഷേ അങ്ങേക്ക് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു. കേരളത്തിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ താങ്കൾക്കൊരു MLA ആവാനോ MP ആവാനോ അല്ലെ അധികാര സ്ഥാനത്തേക്ക് വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ നല്ലത് മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേരുക എന്നുള്ളതല്ലായിരുന്നോ? BJPയുടെ ഒരു വളർച്ച ഇനി ഉണ്ടായിരിക്കുന്നതേ ഉള്ളൂ കേരളത്തിൽ, ഒരു സീറ്റ് ലഭിക്കാത്തേ ഉള്ളൂ. ഇപ്പോൾ ഈസിയല്ല. ഇപ്പോൾ ഈ ഇലക്ഷന് തന്നെ, ഈ ലോക്സഭ ഇലക്ഷന് വലിയ കഷ്ടപ്പെട്ടിട്ടും പ്രയോജനമില്ല. കാരണം സമയമില്ല. ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താനായിട്ട് കുറേ കഷ്ടപ്പെടണം, കുറേ അവരുമായിട്ട് അടുപ്പത്തിലാവണം. ഇപ്പോൾ CPMൻ്റെയും ഈ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഇങ്ങനെ എല്ലാ ആൾക്കാരിലും ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ BJP ആ തരത്തിലുള്ള ഒരു ബന്ധം ജനങ്ങളായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് സാധിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം അതിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ശ്രമം നടത്തിയാൽ ഇവിടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് എല്ലാ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും MLA ആവാനോ മിനിസ്റ്റർ ആവാനോ വേണ്ടിയിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ കൂടെ കൂടാം, CPIൻ്റെ കൂടെ കൂടാം. ഈ 2 പാർട്ടികളും കൂടെ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഈ ഇന്ത്യക്ക് യോജിക്കാത്ത ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. കാരണം കോൺഗ്രസ് എന്ന് വെച്ചാൽ മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ്സാണ്. ഞാൻ പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ CPM ഒരു ഇമ്പോർട്ടഡ് ഐഡിയോളജിയാണ്. CPMന് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരു കാരണം എന്താണ്? നിലനിൽക്കാൻ പറ്റില്ല. ഈ സിനിമയിലെ ഏറെ സൗഹൃദമുള്ള നടനാണ് സുരേഷ് ഗോപി. അദ്ദേഹം BJPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡിംഗ് റോളിൽ, അതായത് കേരളത്തിൽ തൃശ്ശൂരിൽ BJP ഒരു സീറ്റ് ലഭിക്കുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം സംസ്ഥാന നേതൃത്വവുമായി BJP അത്ര രസത്തിലല്ലായിരുന്നു. കാരണം ഞാൻ സംസാരിക്കുന്നത് അമിത്ഷായോടും മോദിയോടുമാണ് എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ താങ്കൾക്കും ഈ പദവി കിട്ടിയത്? ഞാൻ അവരൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അമിത്ഷാനെ പിന്നെയും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ ആൾക്കാരായിട്ടുള്ള മീറ്റിംഗ് ഇങ്ങനെ നടക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഈ ഇതിനകത്ത് ചേർന്നതിന് ശേഷം ഞാൻ നിശബ്ദനായി. ഞാനൊരു സൈലൻറ്റ് മോഡിലേക്ക് പോയി. അതൊരു എൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്, അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മൾ വായിട്ടടിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് എന്നെ ഒന്ന് പാർട്ടി എടുക്കൂ, എനിക്കൊരു സ്ഥാനം തരൂ എന്ന് ഞാൻ ഇതേവരെ ആരെടുത്ത് പറഞ്ഞിട്ടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഉണ്ടാവില്ല. ഞാൻ പ്രവർത്തിച്ചിട്ട് BJPയെ ആ ലെവലിലേക്ക് പാകപ്പെടുത്തി എടുക്കാനാണ് എൻ്റെ ദൗത്യം. സമ്മർദ്ദം വന്നാൽ ഞാൻ മത്സരിക്കില്ല. എന്ത് സമ്മർദ്ദം വന്നിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ട ആവശ്യം? അത് എൻ്റെ തീരുമാനമാണത്.
അത് ബോധ്യപ്പെടുത്തി നേതാക്കളെ. അത് ഞാൻ ബോധ്യപ്പെടുത്തും. എന്തുകൊണ്ടാണ് ഞാൻ നോ പറയുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തും അവരുടെ അടുത്ത്. അതല്ല അവിടെ ആവശ്യം. BJP വളരട്ടെ, ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇവിടെ മാറട്ടെ, അതിനുശേഷം മതി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും. ഞാൻ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ എന്ന് വെച്ചാൽ എൻ്റെ നാട് തൃശ്ശൂരാണ്. എൻ്റെ അവിടുത്തെ മണ്ണിൻ്റെ ഓരോ തരിയും എനിക്കറിയാം, അവർക്കും എന്നെ അറിയാം. അപ്പോൾ സുരേഷ് ഗോപി അവിടെ തൃശ്ശൂർ ജയിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്തെങ്കിലും അട്ടിമറി നടന്നില്ലെങ്കിൽ അവിടെ ഷുവറായിട്ടും ജയിക്കും. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം അയാളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. സുരേഷ് ഗോപിയിൽ കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു സുഹൃത്ത് നിലയിലും രാഷ്ട്രീയ പ്രവർത്തന നിലയിലും. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഈ വില്ലനും നായകനായിട്ട് കളിച്ച ആളാണ്. സുരേഷിൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ ആ ജനാധിപത്യമൊക്കെ കണ്ട് ഞാൻ അടിച്ചു കൂടി കേൾക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമാണെങ്കിൽ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. BJPയിലേക്ക് വന്ന പല സിനിമാ താരങ്ങളും സംവിധായകരായാലും രാജസേനെ പോലുള്ളവർ, ഭീമൻ രഘുവിനെ പോലുള്ളവരൊക്കെ പാർട്ടി വിടുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആക്ഷേപം അവർക്കൊരു സ്പേസ് കിട്ടുന്നില്ല, പ്രവർത്തിക്കാനുള്ള അവസരമില്ല, അവഗണിക്കുന്നു എന്നൊക്കെയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഈ പ്രവർത്തിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണ്ടേ? ഞാൻ പറയാണ്, എനിക്ക് ആരും ജോലി തരുന്നില്ല, എനിക്ക് ജോലി തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയത്നിക്കൂ. ദേവനിലെ നടനെയും രാഷ്ട്രീയക്കാരനെയും എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ ഒരു നടനേക്കാളും മേലെയാണ് ഞാനെന്ന രാഷ്ട്രീയക്കാരൻ. നടൻ എന്ന നിലയ്ക്ക് വലിയ സംഭാവന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ നാല് ഭാഷകളിലും അഭിനയിച്ചു, എല്ലാ സൗത്ത് ഇന്ത്യൻ ഹീറോസിൻ്റെ കൂടെയും വില്ലൻ കളിച്ചു, ഒക്കെ ചെയ്തിട്ടുണ്ട്. അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും നല്ല വില്ലൻ അവാർഡുകൾ തമിഴും തെലുങ്കും കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പോഴൊക്കെ എന്നിലെ സിനിമാക്കാരൻ, പിന്നെ സിനിമ എൻ്റെ ഉപജീവന മാർഗമാണ്, എൻ്റെ അമ്മയാണ്, പാലൂട്ടുന്ന അമ്മയാണ്. പക്ഷേ രാഷ്ട്രീയം എൻ്റെ ഹൃദയമാണ്. കുറച്ച് സിനിമാ കാര്യങ്ങളിലേക്കൊന്നും രാഷ്ട്രീയം ഒരുപാട് സംസാരിച്ചു. ഈ ആകാര സൗഷ്ഠവം, ശബ്ദഗാംഭീര്യം, അങ്ങനെ ഒരു സൂപ്പർ താരമാകേണ്ട നടനാണ് ദേവൻ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ ചെറുതിലേ മുതൽ താങ്കളുടെ സിനിമകൾ കണ്ടൊരു ആരാധകനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ദേവൻ സൂപ്പർ സ്റ്റാർ ആകാതിരുന്നത്? അതിനുള്ള ശ്രമം ഉണ്ടായില്ല എന്നുള്ളതാണോ? അല്ല സിനിമയിൽ നമ്മളങ്ങനെ ശ്രമിച്ചാലൊന്നും കിട്ടുന്നതല്ല സൂപ്പർ സ്റ്റാറുടെ. അത് സംഭവിക്കുന്നതാണ്. അത് നമ്മൾ വിചാരിച്ചാൽ ഞങ്ങൾ സൂപ്പർ സ്റ്റാർ ആവുമെന്ന് പറഞ്ഞിട്ട് ആർക്കും വന്നാലും പറ്റില്ല. ഇപ്പം മമ്മൂട്ടി വന്നതും മോഹൻലാൽ വന്നതും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. അവർ ചെറിയ വേഷങ്ങളിൽ വന്നു, അവർ വില്ലൻ വേഷങ്ങളിൽ വന്നു. അങ്ങനെ പടിപടിയായി കഷ്ടപ്പെട്ടിട്ട് ആ എക്സ്പീരിയൻസ് കൊണ്ട് പതുക്കെ കയറി വർഷങ്ങൾ എത്രയായി. ഈ സിനിമയിലെ കോക്കസുകളുടെ ഭാഗമാകുന്നത് ഒരു പ്രധാനപ്പെട്ട റീസണായി തോന്നുന്നുണ്ട്. അതുണ്ട്. ഷാജി കൈലാസ്, സുരേഷ് ഗോപിക്ക് ഷാജി കൈലാസ് ഉണ്ടായിരുന്നു, മോഹൻലാലിന് പ്രിയദർശൻ ഉണ്ടായിരുന്നു, മമ്മൂട്ടിക്ക് പ്രധാനപ്പെട്ട IV ശശി, ജോഷി പോലെ സംവിധായകരുണ്ടായിരുന്നു. എനിക്കൊരു മെൻറ്റർ ഇല്ലായിരുന്നു. എനിക്കങ്ങനെ ഒരു മെൻറ്റർ എനിക്ക് എന്തോ അറിയില്ല, അങ്ങനെ ഒരു ഉണ്ടായില്ല. ഇപ്പോൾ ജോഷിയേട്ടനൊക്കെ നായർ സാബ് എന്ന പടത്തിന് ശേഷം എന്നെ നായകനാക്കിയിട്ട് സിനിമ പിടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഹരിഹരൻ സാറിനെ എന്നെ നായകനാക്കി പിടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ കോക്കസിൻ്റെ കൈപ്പെട്ട് എല്ലാം അസ്തമിച്ചിക്കേണ്ടി വന്നു. അത്രേ പറയാനുള്ളൂ, കൂടുതൽ പറയാനില്ല. ഏറ്റവും ബന്ധം സൂപ്പർ താരങ്ങളിലെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. എനിക്ക് അങ്ങനെ സൂപ്പർ സ്റ്റാറുകളായിട്ടൊരു ബന്ധങ്ങളില്ല. അങ്ങനെ ഒരു അടുത്ത ബന്ധം ഇല്ല. ഫോണിൽ കൂടെ അങ്ങനെ സംസാരിക്കാൻ കാണുമ്പോൾ സംശയം, അല്ലാണ്ട് റെഗുലറായിട്ടുള്ള ഒരു ഫോൺ ചെയ്ത് എന്താ വിശേഷം അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ താഴെ കിടക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളായിട്ട് എനിക്ക് എപ്പോഴും ബന്ധമുണ്ട്. ഞാൻ വിജയരാഘവൻ, മോഹൻ ജോസ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരായിട്ടുള്ള ബന്ധം ഞങ്ങൾ ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. മറ്റേ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല, ആ ഒരു കമ്പനിയിലേക്ക്. എന്തോ എൻ്റെ മാനസികമായിട്ട് എനിക്കത്. നമുക്കിനിയും നടൻ എന്ന ദേവനേക്കാൾ കൂടുതൽ രാഷ്ട്രീയക്കാരനായ ദേവനെ ആയിരിക്കും കേരളീയ സമൂഹം. തീർച്ചയായിട്ടും അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നന്ദി. സന്തോഷം. താങ്ക് യു സോ മച്ച്.